ഹായ്, ഇന്നത്തെ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റാതർ മാത്രമല്ല ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റാതറിനോട് റിലേറ്റ് ചെയ്തു വരുന്ന ചില ഫ്രേസസ്. റാതർ ദാൻ, ഓർ റാതർ, നോട്ട് ബട്ട് റാതർ, ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ലെസണിൽ പഠിക്കും. ഇത് എവിടെയാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്, കറക്റ്റായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ആദ്യം റാതർ എന്നാൽ അതിൻ്റെ മീനിങ് സംവാട്ട് എന്ന് പറയുന്നത് ഒരു മാതിരി, കുറേശ്ശെ, ടു സർട്ടൺ എക്സ്റ്റെൻറ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്? ഷീ കുക്സ് റാതർ വെൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവൾ കുക്ക് ചെയ്യും, ഒരു മാതിരി നന്നായിട്ട് കുക്ക് ചെയ്യുമെന്നാണ് അതിനർത്ഥം. ഷീ കുക്സ് വെരി വെൽ എന്ന് പറയാം, ഷീ കുക്സ് ക്വൈറ്റ് വെൽ എന്ന് പറയാം, അതുപോലെ തന്നെ ഷീ കുക്സ് റാദർ വെൽ എന്നും പറയാം. അപ്പോൾ ഒരുമാതിരിയൊക്കെ കുക്ക് ചെയ്യും എന്ന് പറയില്ലേ, അതാണത്. മൈ മാത്സ് എക്സാം വാസ് റാദർ ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ മാത്സ് എക്സാം ബുദ്ധിമുട്ടായിരുന്നു, അത് ഒരുമാതിരി ബുദ്ധിമുട്ടായിരുന്നു, വലിയ ബുദ്ധിമുട്ടല്ല. വെരി ഡിഫിക്കൽട്ട് എന്ന് പറയാം, നമുക്ക് ക്വൈറ്റ് ഡിഫിക്കൽട്ട് എന്ന് പറയാം, അതല്ലെങ്കിൽ റാതർ ഡിഫിക്കൽട്ട്. അപ്പോൾ ഇവിടെ വെരി ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത് എന്താ, ക്വൈറ്റ് ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത് എന്താ? ക്വയറ്റ് എന്ന് പറയുമ്പോൾ വെരി എന്ന് പറയുന്ന അത്രയ്ക്ക് ഇല്ല, അതിനേക്കാളും കുറച്ചുകൂടി കുറവ്. വെരി ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ വല്ലാത്ത ബുദ്ധിമുട്ട്, ക്വയറ്റ് ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും അല്ല. അതേസമയം വളരെ കുറച്ച് എന്ന് പറയുന്നതല്ല, അതിനേക്കാളും കുറച്ച് കൂടുതൽ, അതാണ് ക്വയറ്റ്. പക്ഷേ അമേരിക്കൻ ഇംഗ്ലീഷിൽ ക്വയറ്റ് വെൽ എന്നൊക്കെ പറഞ്ഞാൽ വെരി വെൽ എന്നുള്ള മീനിങ് ആണ്. പക്ഷേ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. അതുകൊണ്ട് നമുക്ക് അതൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഹീ റൺസ് വെരി ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അവൻ വേഗത്തിൽ ഓടുന്നു അല്ലെങ്കിൽ ഓടാറുണ്ട്. ഹീ റൺസ് വെരി ഫാസ്റ്റ്, വെരി എന്നാണ് ഉപയോഗിച്ചത്. അതേസമയം ഹീ റൺസ് ക്വയറ്റ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക്, വെരി ഫാസ്റ്റ് എന്ന് പറയുന്ന അത്രയ്ക്ക് വേഗത്തിലല്ല, അതിനേക്കാളും കുറച്ച് കുറവ്. അതേസമയം ഹീ റൺസ് റാദർ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്വയറ്റ് എന്ന് പറയുന്നതിനേക്കാളും കുറേയും കൂടി കുറവ്. അപ്പോൾ മനസ്സിലായില്ലേ അതിൻ്റെ ഒരു വ്യത്യാസം? അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഒരു കമ്പാരിസൺ. പിന്നെ പക്ഷേ നമുക്ക് അതൊരു സ്കെയിൽ വെച്ച് മെഷർ ചെയ്ത് ഓക്കെ വെരി എന്ന് പറഞ്ഞാൽ ഇത്രയാണ്, അതല്ലെങ്കിൽ ക്വയറ്റ് എന്ന് പറയുമ്പോൾ അതിനേക്കാളും കുറച്ച് കുറവാണ്, അങ്ങനെ നമുക്കൊരു സ്കെയിൽ വെച്ച് മെഷർ ചെയ്തിട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾക്കത് മനസ്സിലാക്കുക മാത്രമല്ല, നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ അതനുസരിച്ച് ആ വേർഡ് യൂസ് ചെയ്തിട്ട് പറയുക. ഹീ റൺസ് വെരി ഫാസ്റ്റ് എന്ന് പറയണോ, അതല്ലെങ്കിൽ അവിടെ വെരി ആണോ യൂസ് ചെയ്യേണ്ടത്, റാദർ ആണോ യൂസ് ചെയ്യേണ്ടത്, ക്വയറ്റ് ആണോ യൂസ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ എന്താണോ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഐഡിയ, അതനുസരിച്ച് നമ്മൾ ആ വേർഡ് യൂസ് ചെയ്യുക. ഒരു എക്സാമ്പിൾ, നൗഡേയ്സ് ഐ സീ ഹെർ റാദർ ഫ്രീക്വൻ്റ്ലി. ഈയിടെയായിട്ട്, നൗഡേയ്സ് എന്ന് പറയുമ്പോൾ ഈയിടെയായിട്ട് ഞാൻ അവളെ ഫ്രീക്വൻ്റ്ലി മീൻസ് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. റാദർ ഫ്രീക്വൻ്റ്ലി എന്ന് പറയുമ്പോൾ കുറച്ച് ഫ്രീക്വൻ്റ് ആയിട്ട്, ഏറെക്കുറെ എന്നൊക്കെ പറയില്ലേ. ഈയിടെയായി ഞാൻ അവളെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്നുള്ളതിന് എത്രയധികം കാണാറുണ്ട് എന്നതിനനുസരിച്ച് നമ്മളത് ആ വേർഡ് യൂസ് ചെയ്യുന്നു, റാദർ ഫ്രീക്വൻ്റ്ലി. വി യൂസ് ടു സ്പെൻഡ് റാദർ എ ലോട്ട്. ഞങ്ങൾ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു എന്നാണല്ലോ. സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു എന്നത് വി യൂസ് ടു സ്പെൻഡ് റാദർ എ ലോട്ട്, കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു. അത് കൂടുതൽ എന്നത് റാദർ എ ലോട്ട്, ഒരുപാട് കൂടുതലല്ല, കുറച്ച്. അപ്പോൾ റാദർ മനസ്സിലായല്ലോ. ഇനി അടുത്തത് ഓർ റാദർ എന്നത് ഒരു ഫ്രേസ് ആണ്. അത് യൂസ് ചെയ്യുന്നത് നമ്മൾ സ്വയം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി കറക്റ്റ് ചെയ്യാൻ, അതല്ലെങ്കിൽ ഒന്നുകൂടി പ്രിസൈസ് ആയിട്ട് പറയാൻ, കൃത്യമായിട്ട് പറയാൻ ഒക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്. അത് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ വളരെ ഈസി ആയിട്ട് അത് മനസ്സിലാവും. ഷീ വാസ് സിക്ക് ഓർ റാദർ ടയേർഡ്. അപ്പോൾ ആദ്യം ഷീ വാസ് സിക്ക്, അതാണ് പറഞ്ഞ സെൻറ്റൻസ്. അത് കഴിഞ്ഞ് അതൊന്നുകൂടി കറക്റ്റ് ചെയ്ത് ഒന്നുകൂടി കൃത്യമായിട്ട് പറയണം, ഓർ റാദർ ടയേർഡ്, അവൾക്ക് സുഖമില്ലായിരുന്നു
ഷി വാസ് സിക്ക്. ആ സുഖമില്ലായിരുന്നു എന്നുള്ള വാക്ക്, സിക്ക് എന്നുള്ള വാക്കല്ല അവിടെ കുറച്ചുകൂടി കൃത്യമായിട്ട് പറയേണ്ടത്. അവൾ ടയേർഡായിരുന്നു, അവൾ ക്ഷീണിതയായിരുന്നു എന്ന വാക്കാണ്. അപ്പോൾ നമ്മളത് തന്നെ ഒന്ന് കണ്ടിന്യൂ ചെയ്യണം. ആ കൃത്യമായിട്ടൊന്ന് പറയാൻ അവിടെയാണ് നമ്മൾ ഓർ റാതർ ഉപയോഗിക്കുന്നത്. ഷി വാസ് സിക്ക് ഓർ റാതർ ടയേർഡ്. ആദ്യം സിക്കാണെന്ന് പറഞ്ഞു, പക്ഷേ പിന്നീട് നമുക്ക് മനസ്സിലായി സിക്ക് എന്നുള്ള വേർഡല്ല അവിടെ വേണ്ടത്, ടയേർഡായിരുന്നു എന്നുള്ളതാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അല്ലെങ്കിൽ കൂടുതൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ടയേർഡായിരുന്നു എന്നതാണ് കറക്റ്റ്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ പറയുന്നു, ഓർ റാതർ ടയേർഡ്. ഐ ലൈക്ക് ദ മൂവി ഓർ റാതർ ദ സ്റ്റോറി ലൈൻ. ആദ്യം നമ്മൾ പറയുന്ന ഐ ലൈക്ക് ദ മൂവി, എനിക്ക് ആ മൂവി ഇഷ്ടപ്പെട്ടു. പിന്നീട് നമ്മൾ ഒന്നുകൂടി കൃത്യമായിട്ട് മൂവി ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ആ സ്റ്റോറി ലൈൻ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതാണ്. അതാണ് കൂടുതലായിട്ട്, കൃത്യമായിട്ട് പറഞ്ഞാൽ സ്റ്റോറി ലൈനാണ് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് ഐ ലൈക്ക് ദ മൂവി ഓർ റാദർ ദ സ്റ്റോറി ലൈൻ. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഒന്നുകൂടി പ്രിസൈസ് ആക്കിയിട്ട് ഒന്നുകൂടി കൃത്യമായിട്ട് നമ്മൾ പറയുകയാണ് സ്റ്റോറി ലൈൻ. മൂവി ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ സ്റ്റോറി ലൈൻ ആണ് എന്നത്. ഐ ലൈക്ക് ദ മൂവി ഓർ റാദർ ദ സ്റ്റോറി ലൈൻ. ഇനി അടുത്ത ഫ്രേസ് റാദർ ദാൻ. റാദർ ദാൻ എന്നത് ഒരു ഫ്രേസ് ആണ്. അത് പ്രിഫറൻസസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിന് വളരെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഫ്രേസസ് ആണ് പ്രിഫർ ടു, വുഡ് റാദർ, വുഡ് സൂണർ ഒക്കെ. പക്ഷേ അതൊന്നും ഇന്നത്തെ നമ്മുടെ ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അതൊക്കെ വേറൊരു ലെസണായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ റാദർ ദാൻ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഒരു എക്സാമ്പിൾ, ഐ prefer comfortable clothes rather than stylish clothes. ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് ആദ്യത്തെ സെൻറ്റൻസിൽ തന്നെ, ആദ്യത്തെ ആ ഒരു പാർട്ടിൽ തന്നെ പറയുന്നു. ഐ പ്രിഫർ കംഫർട്ടബിൾ ക്ലോത്ത്സ്. കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ, കംഫർട്ടബിളായിട്ട് ധരിക്കാൻ പറ്റിയ ഡ്രസ്സസാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. റാദർ ദാൻ സ്റ്റൈലിഷ് ക്ലോത്ത്സ്. സ്റ്റൈലിഷ് ആയ ക്ലോത്ത്സിനേക്കാളും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഐ പ്രിഫർ കംഫർട്ടബിൾ ക്ലോത്ത്സ്. ഹി ലൈക്സ് ആക്ഷൻ മൂവീസ് റാദർ ദാൻ കോമഡി മൂവീസ്. അവൻ ഇഷ്ടപ്പെടുന്നത് ആക്ഷൻ മൂവീസാണ് റാദർ ദാൻ കോമഡി മൂവീസ്. അപ്പോൾ ഇഷ്ടപ്പെടുന്ന കാര്യം ആദ്യം പറഞ്ഞു കഴിഞ്ഞു. അതാണ് ബേസിക് സെൻറ്റൻസ് ആയിട്ട് ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് പറയുന്നത് കോമഡി മൂവീസിനേക്കാളും അവൻ ഇഷ്ടപ്പെടുന്നത് ആക്ഷൻ മൂവീസാണ്. ഹീ ലൈക്സ് ആക്ഷൻ മൂവീസ് റാദർ ദാൻ കോമഡി മൂവീസ്. അപ്പോൾ റാദർ ദാൻ എന്ന ഫ്രേസിൻ്റെ ഉപയോഗം മനസ്സിലായില്ലേ? പ്രിഫറൻസസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. റാദർ ദാൻ സിറ്റിംഗ് ഹിയർ ഐ വിൽ ഗോ ആൻഡ് ഡു സംതിങ് യൂസ്ഫുൾ. റാദർ ദാൻ സിറ്റിംഗ് ഹിയർ, ഇവിടെ ഇരിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്താണ്? ഐ വിൽ ഗോ ആൻഡ് ഡു സംതിങ് യൂസ്ഫുൾ. ഞാൻ പോയിട്ട് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം ചെയ്യാം. അതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. റാദർ ദാൻ സിറ്റിംഗ് ഹിയർ, ഇവിടെ ഇരിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നത് അതാണ്. അപ്പോൾ റാദർ ദാൻ സിറ്റിംഗ് ഹിയർ ഐ വിൽ ഗോ ആൻഡ് ഡു സംതിങ് യൂസ്ഫുൾ. അപ്പോൾ റാദർ ദാൻ നമുക്ക് ആദ്യം സെൻറ്റൻസിൻ്റെ ആദ്യം യൂസ് ചെയ്യാം. ഇനി അടുത്ത ഫ്രേസ് നോട്ട് ബട്ട് റാദർ. ഇത് 3 വേർഡ്സ് ഉണ്ടതിൽ. നോട്ട് എന്ന് വരുന്നത് മൂന്ന് വേർഡ്സും ഒരുമിച്ചല്ല വരുന്നത്. നോട്ട് എന്ന് വരുന്നത് സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് ഹാഫിലാണ്. ബട്ട് റാദർ എന്ന് പറയുന്നത് സെൻറ്റൻസിൻ്റെ സെക്കൻഡ് ഹാഫിലുമാണ് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മൾ സാധാരണ പറയില്ലേ, ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, അങ്ങനെ ചെയ്യുന്നതാണ് ശരി. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതല്ല ശരി, അതാണ് ശരി. ഇത് തെറ്റല്ല, അതാണ് തെറ്റ്. ഇങ്ങനെയൊക്കെ പറയുന്നതിനാണ് നമ്മൾ നോട്ട് ബട്ട് റാദർ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ, ഹീ ഈസ് നോട്ട് പുവർ ബട്ട് റാദർ എ സിമ്പിൾ പേഴ്സൺ. റാദർ എ സിമ്പിൾ മാൻ. ഹീ ഈസ് നോട്ട് പുവർ. അയാൾ ദരിദ്രനായ ഒരാളല്ല. ഹീ ഈസ് നോട്ട് പുവർ. നോട്ട് എന്നുള്ളത് സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് ഹാഫിൽ വെച്ചു. ഹീ ഈസ് നോട്ട് പുവർ. പിന്നെന്താ അടുത്തത്? ബട്ട് റാദർ എ സിമ്പിൾ മാൻ. അയാൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ചില ആളുകളെ നമുക്ക് കാണുമ്പോൾ തോന്നില്ല, അയ്യോ പാവം, ആൾക്ക് ഒട്ടും പൈസയൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണെന്ന് തോന്നും. പക്ഷേ അതാവില്ല. കാരണം അയാൾ അതുപോലെ വളരെ സിമ്പിളായിട്ട് നടക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഹീ ഈസ് നോട്ട് പുവർ ബട്ട് റാദർ എ സിമ്പിൾ മാൻ.
ഇങ്ങനെയല്ല അങ്ങനെയാണ് എന്ന് പറയില്ലേ, അത്. ഷി വാസ് നോട്ട് പുവർ ബട്ട് റാദർ പ്രിറ്റൻഡിങ് ടു ബി സോ. ഷി വാസ് നോട്ട് ഹാപ്പി, അവൾ ഹാപ്പി അല്ലായിരുന്നു. അതാണ് കറക്റ്റായ ഷി വാസ് നോട്ട് ഹാപ്പി, അവൾ ഹാപ്പി അല്ലായിരുന്നു. ബട്ട് റാദർ പ്രിറ്റൻഡിങ് ടു ബി സോ, അവൾ ഹാപ്പി അല്ലായിരുന്നു, പക്ഷേ എന്താണ്, അവൾ അഭിനയിക്കുകയായിരുന്നു അങ്ങനെയെന്ന്, ഹാപ്പി ആണെന്ന്. പ്രിറ്റൻഡിങ് ടു ബി സോ, പ്രിറ്റൻഡ് ചെയ്യുക മീൻസ് അഭിനയിക്കുക. അവൾ അഭിനയിക്കുകയായിരുന്നു, അവൾ ഹാപ്പി ആയിരുന്നെന്ന്. അപ്പം ഷി വാസ് നോട്ട് ഹാപ്പി, അവൾ ഹാപ്പി അല്ലായിരുന്നു, പക്ഷേ അവൾ അഭിനയിക്കുകയായിരുന്നു അങ്ങനെയെന്ന്, ഹാപ്പി ആണെന്ന്. ദ ഇഷ്യൂ ഈസ് നോട്ട് മണി ബട്ട് റാദർ lack of cooperation. The issue is not money. ഇഷ്യൂ, ഇവിടുത്തെ പ്രശ്നം പൈസയല്ല. അതാണ് ആദ്യം നമ്മൾ ആദ്യത്തെ സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞു, നോട്ട് ഉപയോഗിച്ചു അവിടെ. പിന്നെ പറയുന്നത് എന്താ, ബട്ട് റാദർ ലാക്ക് ഓഫ് കോഓപ്പറേഷൻ, സഹകരണമില്ലായ്മ. ലാക്ക് ഓഫ് കോഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ സഹകരണമില്ലായ്മ. മണിയല്ല ഇവിടുത്തെ പ്രശ്നം, പൈസയല്ല ഇവിടുത്തെ പ്രശ്നം, പക്ഷേ അതല്ല, പിന്നെ എന്താണ്, ലാക്ക് ഓഫ് കോഓപ്പറേഷൻ, സഹകരണമില്ലായ്മയാണ് ഇവിടുത്തെ പ്രശ്നം എന്ന്. ദ ഇഷ്യൂ ഈസ് നോട്ട് മണി ബട്ട് റാദർ ലാക്ക് ഓഫ് കോഓപ്പറേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത റാദർ, ഓർ റാദർ, റാദർ ദാൻ, നോട്ട്, ബട്ട് റാദർ, ഇതൊക്കെ മനസ്സിലായില്ലേ? ഇനി വേറൊരു ലെസണിൽ നമുക്ക് വുഡ് റാദർ, വുഡ് സൂണർ, പ്രിഫർ ടു ഒക്കെ ഡിസ്കസ് ചെയ്യാം.